ഹലോ വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മുടി നല്ലതുപോലെ തഴച്ചു വളരാനും മുടി കൊഴിച്ചിൽ നിൽക്കാനുമുള്ള നല്ലൊരു ഹെയർ ഓയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. പിന്നെ ലിൻസീസ് ലിങ്ക് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തായിട്ടൊരു ബെല്ലൈക്കൺ ഉണ്ട്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ പലരും കംപ്ലയിൻറ്റ് ചെയ്യുന്നതാണ് ഒരുപാട് മുടി കൊഴിഞ്ഞു പോകുന്നു. അപ്പോൾ മുടി കൊഴിച്ചിൽ നിൽക്കാനും നമ്മുടെ മുടിക്ക് നല്ല ന്യൂട്രിയൻസ് കൊടുക്കാനും പറ്റിയ ഒരു മുടി വളരാൻ പറ്റിയ ഒരു ഓയിലാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. മുടിപ്പൊഴിച്ചിൽ നിൽക്കാൻ ഇത് ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ മുടി നല്ല തിക്കായിട്ട് വളരാൻ, നല്ല വോളിയമുള്ള ഹെയർ വരാൻ ഇത് സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ മുടിക്കൊരു നല്ലൊരു ഷൈനിങ് കൊടുക്കും. ഡള്ളായിട്ട് ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള മുടി വളരാൻ ഇത് സഹായിക്കും. അതുമാത്രമല്ല പ്രീമച്വർ ഗ്രേയിങ് മുടി നരയ്ക്കുന്നതിനൊക്കെ ഇത് വളരെ നല്ലതാണ്. പിന്നെ നമ്മുടെ സ്കാൽപ്പിൽ കൂടുതലും ഒരു മെയിൻ കാരണം, നമ്മുടെ മുടി പൊഴിച്ചിലിന് മെയിൻ കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പിലൊക്കെയുള്ള ഇൻഫെക്ഷൻസോ അങ്ങനെ ഡാൻഡ്രഫ് ഇതൊക്കെ ആയിരിക്കും നമ്മുടെ മുടി പൊഴിയാനുള്ള മെയിനായിട്ടുള്ളൊരു കാരണം. അതിന് ഈ ഒരു ഓയിലിന് നല്ല ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് 1-2 സവാള നിങ്ങളെടുക്കുക. സവാള ഇല്ലായെങ്കിൽ ചെറിയ ഉള്ളി എടുത്താലും മതി. അത് തൊലി കളഞ്ഞ് എടുത്തതിന് ശേഷം ഇതേപോലെ പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക. ഇതാണ് നമ്മുടെ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഈ സവാള അരച്ച പേസ്റ്റ്. അതല്ല എങ്കിൽ നമ്മുടെ ചെറിയ ഉള്ളിയുടെ ഒരു പേസ്റ്റ്. ഇതിന് നമുക്ക് നല്ല അടി കട്ടിയുള്ളൊരു പാത്രം വേണം നമുക്കിതൊന്ന് എണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലുള്ള നല്ലൊരു കടായി എടുക്കുക. അതിലേക്ക് നമ്മുടെ ഈ പേസ്റ്റ് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുക. ഈ സവാളയ്ക്കകത്ത് നല്ലതുപോലെ സൾഫർ അടങ്ങിയിട്ടുണ്ട്. ഈ സൾഫർ അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒണിയൻ ഓയിൽ നമ്മുടെ തലയിൽ തേക്കുമ്പോഴുണ്ട് നമ്മുടെ മുടി പൊട്ടിപ്പോകാതിരിക്കാനും, അതുപോലെ തന്നെ മുടി നല്ല തിന്നായിട്ട്, ചിലരുടെ മുടിയൊക്കെ അങ്ങ് തിന്നായി പോകാറുണ്ട്, അതിന് അത് മാറ്റാനും, നല്ല മുടിക്ക് നല്ല ഓരോ മുടിക്കും നല്ല കട്ടിയും നല്ല റിച്ചായിട്ട് അതുപോലെ പൊട്ടിപ്പോകാതിരിക്കാനും ഈ എണ്ണ സഹായിക്കും. കാരണം ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ സൾഫർ അടങ്ങിയിട്ടുണ്ട്. ഇത് മാത്രമല്ല നമ്മുടെ സ്കാൽപ്പിന് നല്ലൊരു കുറേ ന്യൂട്രിയൻസ് ഇതിൽ നിന്ന് കിട്ടും. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഇത് നല്ല നാടൻ നമ്മുടെ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ്. ഇങ്ങനെ നല്ല ഓയിൽ ചേർത്ത് കൊടുക്കുക. എണ്ണയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എത്രയും ചൂടാക്കണമെന്ന് വെച്ചാൽ ഇതിൽ നമ്മുടെ ഈ ഉള്ളി ഒന്ന് നല്ലൊരു ക്രിസ്പി ആയിട്ട് വരണം. അതായത് നല്ല പോലെ ഒന്ന് മൊരിഞ്ഞ് വരണം. ആ ഒരു പരുവം വരെ നമ്മളിത് ചൂടാക്കി കൊടുക്കണം. ഇതിലേക്ക് ഇനിയും നമുക്ക് കുറേ ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാം. ഉള്ളി മാത്രമായാലും കുഴപ്പമില്ല. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മുടെ നല്ലപോലെ ഉണങ്ങിയ നെല്ലിക്ക പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇല്ല എങ്കിൽ ഇതുപോലെ നെല്ലിക്ക പൊടി നമുക്ക് വാങ്ങാൻ കിട്ടും, അത് ആഡ് ചെയ്യുക. നെല്ലിക്കയുടെ പൊടി നമ്മൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ന്യൂട്രിയൻസ് നമ്മുടെ മുടി വളരാൻ ആവശ്യമായ നമ്മുടെ സ്കാൽപ്പിൻ്റെ ഹെൽത്തിന് പറ്റിയ കുറേ ന്യൂട്രിയൻസ് ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻസിൻ്റെയും അതുപോലെ തന്നെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും ഈ ഒരു നെല്ലിക്കാപ്പൊടിക്കകത്ത് അടങ്ങിയിട്ടുണ്ട്. 1-2 ടീസ്പൂൺ നമുക്ക് നെല്ലിക്കാപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനൊരു കുഴപ്പവുമില്ല. വളരെ നല്ല നമ്മുടെ ഹെയറിൻ്റെ നല്ലൊരു വളർച്ചയ്ക്ക് ഇത് സഹായിക്കും. അപ്പോൾ ഞാൻ നെല്ലിക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഉലുവയാണ്. അത് 1-2 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുക. ഉലുവ ചേർക്കുന്നത് മൂലം ഒത്തിരി ഗുണങ്ങളാണ്. ഉലുവ നമ്മുടെ മുടി വളരാൻ, ഒത്തിരി നമ്മുടെ സ്കാൽപ്പിന് നല്ലപോലെ ഒരു ബൂസ്റ്റപ്പാണ്, ന്യൂട്രിയൻസിൻ്റെ ഒരു ബൂസ്റ്റപ്പ് കൊടുക്കാൻ ഈ ഉലുവ സഹായിക്കും. അതുപോലെ നമ്മുടെ ഡാൻഡ്രഫ് അതുപോലെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന, നമ്മുടെ തലയോട്ടിയിലുണ്ടാകുന്ന ചൊറിച്ചിൽ, ഇതൊക്കെ മാറ്റാനും ഇത് സഹായിക്കും. അപ്പോൾ ഞാൻ എണ്ണ ഇവിടെ നല്ലപോലെ തിളച്ച് നല്ല പരുവമായി വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലൊരു മസ്ലിൻ ക്ലോത്ത്, നല്ലൊരു കോട്ടൺ ക്ലോത്ത് എടുക്കുക. അതിലേക്ക് നമ്മുടെ എണ്ണയൊന്ന് തണുത്തതിന് ശേഷം വേണം നമ്മൾ ഈ തുണിയിലേക്ക് ഒഴിച്ച് അരിച്ചെടുക്കാൻ പോവുകയാണ്. ഈ രീതിയിൽ വേണം നമ്മൾ അരിച്ച് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നല്ലപോലെ തണുത്തതിന് ശേഷമേ നമുക്ക് പിഴിഞ്ഞ് ആ എണ്ണയാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് നേരം ഇട്ട് തിളപ്പിച്ച് കരിച്ച് കളയരുത്. ഇത് നല്ലപോലെ ഈ ഉള്ളിയൊക്കെ ഒന്ന് മൊരിഞ്ഞ് നമ്മുടെ ഈ ഉലുവയുടെ ഗുണങ്ങളുമൊക്കെ ആ വെള്ളത്തിലേക്ക്, എണ്ണയിലേക്ക് ഇറങ്ങിയതിന് ശേഷം മാത്രമേ
നമ്മൾ ഇത് ചട്ടിയിൽ നിന്ന് എടുത്ത് ഇതേപോലെ അരിച്ചെടുക്കുക. അങ്ങനെ ഒരു 2-3 മണിക്കൂർ ചട്ടിയിൽ തന്നെ വെച്ച് തണുത്തതിന് ശേഷം വേണം നമ്മൾ ഇതേപോലെ എടുത്ത് അരിച്ച് എടുക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മുടെ ഈ എണ്ണ നമ്മൾ തലയിൽ ഒഴിച്ച് നമ്മൾ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ നല്ലതുപോലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ ഈ ഒരു എണ്ണ സഹായിക്കും. നമ്മളിത് തലയിൽ തേച്ച് മസാജ് ചെയ്യാൻ നേരം നല്ലപോലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും. അത് നല്ലപോലെ മുടി വളരാനായിട്ട് സഹായിക്കും. അതാണ് ഏറ്റവും നല്ലത്. അത് മാത്രമല്ല മുടിക്ക് നല്ല ഷൈനിങ്ങും കൊടുക്കും. നമ്മുടെ സ്കാൽപ്പിലുണ്ടാകുന്ന എന്തെങ്കിലും ബാക്ടീരിയൽ ഫംഗൽ ഇൻഫെക്ഷൻസ് മാറാൻ ഇത് നല്ലതാണ്. ഡാൻഡ്രഫും മാറിക്കിട്ടും. അതുവഴി നമ്മുടെ മുടിയുടെ വളർച്ച നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് മാത്രമല്ല ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടും ഫ്രിസി ഹെയർ ഒക്കെ ഉള്ളവർക്ക് ഒത്തിരി നല്ലതാണ് ഇത്. മാനേജ് ചെയ്യാൻ പറ്റാത്ത ഹെയർക്ക് നല്ല മുടി ഒതുങ്ങിയിരിക്കാനും ഒക്കെ ഈ എണ്ണ സഹായിക്കും. ഇനി നല്ലതുപോലെ ഇത് ഞാനൊന്ന് പിഴിഞ്ഞ് ഈ എണ്ണ മാത്രമായിട്ട് എടുക്കാൻ പോവുകയാണ്. ഇതെല്ലാവർക്കും ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇതൊരു നമുക്ക് 2 മാസത്തേക്കൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ആഴ്ചയിൽ 1-2 പ്രാവശ്യം ഈ എണ്ണ വെച്ച് 1 സ്പൂൺ എടുത്ത് 1 സ്പൂൺ ഓയിലെടുത്ത് നമുക്ക് മസാജ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് മുടി വളർച്ചയ്ക്ക്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ലിൻസീസ് ലിങ്ക് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നല്ലൊരു ഹെയർ ഓയിലാണ്. പിന്നെ ഞാൻ പറയാൻ മറന്നുപോയ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ എണ്ണ നമ്മൾ കാച്ചുമ്പോൾ ഇതിലേക്ക് നല്ല കറിവേപ്പില ഒരു പിടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചെമ്പരത്തിയുടെ പൂവ് ഉണക്കിയെടുത്തതിന് ശേഷം അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ചേർക്കുന്നത് മൂലം നമുക്ക് ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഈ എണ്ണയിലേക്ക് നമുക്ക് ആഡ് ചെയ്യുകയാണ്. ഇതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇല്ല, ഒരു കമ്പൽസറി എല്ലാം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇങ്ങനെ തന്നെ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ.